യുഎസ് പോപ്പ് സംഗീതത്തിലെ ഇതിഹാസതാരമായ ജെന്നിഫർ ലോപ്പസിനു പ്രവേശനം നിഷേധിച്ച് തുർക്കിയിലെ ലക്ഷറി സ്റ്റോർ. തുർക്കിയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ഇസ്തംബൂൾ നഗരത്തിലെ ഇസ്തിനിയ പാർക്ക് മോളിലുള്ള സ്റ്റോറിലാണ് ആഡംബര സാധനങ്ങൾ വാങ്ങാൻ ജെന്നിഫർ എത്തിയത്. എന്നാൽ ആ സമയം സ്റ്റോറിനുള്ളിൽ നല്ല തിരക്കായിരുന്നു. കവാടത്തിന് പുറത്തുനിന്ന സെക്യൂരിറ്റിക്ക് ആളെ മനസ്സിലായതുമില്ല. അതോടെ തൽക്കാലം പ്രവേശിക്കാനാകില്ലെന്നും പറഞ്ഞു. എന്നാൽ കാര്യം സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത ജെന്നിഫർ ചിരിയോടെ മറ്റൊരു സ്റ്റോറിലേക്ക് പോയി. അപ്പോഴാണ് ആദ്യം വന്ന സ്റ്റോറിലെ മറ്റു ചില ജീവനക്കാർക്ക് കാര്യം മനസ്സിലായത്. ക്ഷമാപണത്തോടെ അവർ പിറകെ ചെന്ന് ക്ഷണിച്ചെങ്കിലും ജെന്നിഫർ നിരസിച്ചു. ആകസ്മികമാണെങ്കിലും ഇതുപോലൊരു രംഗം പണ്ട് ജെന്നിഫർ അഭിനയിച്ച പ്രിറ്റി വുമൺ എന്ന 1990-ലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലുമുണ്ട്. അതിൽ ജെന്നിഫർ അവതരിപ്പിച്ച വിവിയൻ എന്ന കഥാപാത്രത്തിന് കടയിൽ പ്രവേശനം നിഷേധിക്കുന്ന രംഗമുണ്ട്. അസർബൈജാനും അർമേനിയയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷത്തിന് അവസാനം കുറിച്ച് സമാധാന കരാർ ഒപ്പുവച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ അർമീനിയ പ്രധാനമന്ത്രി നീക്കോൾ പഷിന്യാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും തമ്മിൽ വൈറ്റ് ഹൌസിലാണ് ഒപ്പുവച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവയ്ക്കാൻ വാഷിംഗ്ടണിലെത്തിയ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനെയും അർമീനിയ പ്രധാനമന്ത്രി നീക്കോൾ പഷിന്യാനെയും അഭിനന്ദിക്കുന്നു. 35 വർഷത്തോളം ഇവർ ശത്രുതയിലായിരുന്നു. ഇപ്പോഴിവർ സുഹൃത്തുക്കളാണ്. ഇനിയും ഒരുപാട് കാലം ഇവർ സുഹൃത്തുക്കളായി മാറും. പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മാനിക്കുക. നയതന്ത്രബന്ധം പുനരാരംഭിക്കാനും വ്യാപാരമുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം പുനഃസ്ഥാപിക്കാനും അവസരം കൈവന്നിരിക്കുകയാണ്, ട്രംപ് പറഞ്ഞു. ഊർജ്ജ, വാണിജ്യ, നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളുമായി യുഎസ് കരാറുകൾ ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണത്തിൽ അസർബൈജാന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം യുഎസ് പിൻവലിച്ചു. സമാധാന കരാർ ഒപ്പിട്ടതോടെ 3 പതിറ്റാണ്ടിലേറെ പ്രാദേശിക തർക്കങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു ഗതാഗത ഇടനാഴിക്ക് തുടക്കമാകും. അതിർത്തി പ്രശ്നത്തിൽ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ ഇരു രാജ്യങ്ങളും തമ്മിൽ 35 വർഷമായി രൂക്ഷമായ സംഘർഷത്തിലായിരുന്നു. അസർബൈജാൻ അർമേനിയ സമാധാന കരാർ ട്രംപിന് നേട്ടമായപ്പോൾ തങ്ങളുടെ സ്വാധീന വലയത്തിനുള്ളിലെന്ന് കണക്കാക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ സമാധാനം നടപ്പാക്കാൻ യുഎസിന് സാധിച്ചത് റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ബംഗളൂരു ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട 15 വയസ്സുകാരനെ അമ്മാവൻ കൊലപ്പെടുത്തി. കുംബർഹള്ളിയിലാണ് സംഭവം. അമോഖിനെ കൊലപ്പെടുത്തിയ അമ്മാവനായ നാഗപ്രസാദ് 42 അറസ്റ്റിൽ. അമോഖ് ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പണത്തിനുവേണ്ടി അമോഖ് നാഗപ്രസാദിനെ നിരന്തരം ശല്യം ചെയ്തിരുന്നു. കിട്ടിയ പണമെല്ലാം അമോഖ് ഓൺലൈൻ ഗെയിമിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഓഗസ്റ്റ് 4-ാം തീയതി പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് ഉറങ്ങിക്കിടന്ന അമോഹിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം നാഗപ്രസാദ് സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആത്മഹത്യ ചെയ്യാൻ പ്രതി തീരുമാനിച്ചിരുന്നെങ്കിലും 3 ദിവസത്തിനു ശേഷം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. തെലങ്കാനയിലെ കരിംനഗറിൽ കാമുകന്റെയും അയാളുടെ സുഹൃത്തിന്റെയും സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യ. 45-കാരനായ സമ്പത്താണ് മരിച്ചത്. യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ഭാര്യ രമാദേവി കൊലപാതക രീതി പഠിച്ചത്. സംഭവത്തിൽ യുവതിയെയും കാമുകനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിംനഗറിലെ ഒരു ലൈബ്രറിയിലെ ജീവനക്കാരനാണ് സമ്പത്ത്. രമാദേവിയെയാണ് ഇയാൾ വിവാഹം ചെയ്തത്. ഇവർക്ക് 2 കുട്ടികളുണ്ട്. സമ്പത്ത് മദ്യത്തിന് അടിമയായിരുന്നു. പലപ്പോഴും മദ്യപിച്ചെത്തി ഇയാൾ രമാദേവിയുമായി വഴക്കുണ്ടാക്കുമായിരുന്നു. രമാദേവി ഒരു ചായക്കട നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് 50-കാരനായ രാജയ്യയെ രമാദേവി ആദ്യമായി കാണുന്നത്. കാലക്രമേണ ഇരുവരും തമ്മിൽ പ്രണയത്തിലായി. പിന്നാലെയാണ് ഭർത്താവിനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ രമാദേവി ശ്രമിച്ചത്. അങ്ങനെ ഭർത്താവിനെ കൊല്ലാനുള്ള വഴികൾ രമാദേവി ഓൺലൈനിൽ തപ്പി. യൂട്യൂബ് വീഡിയോയിൽ നിന്നാണ് ചെവിയിൽ കീടനാശിനി ഒഴിച്ചു കൊലപ്പെടുത്തുന്നതിനെപ്പറ്റി രമാദേവി മനസ്സിലാക്കിയത്. ഇക്കാര്യം രമാദേവി രാജയ്യയുമായി പങ്കുവച്ചു. തുടർന്ന് രാജയ്യയുടെ സുഹൃത്ത് ശ്രീനിവാസുമായി ചേർന്ന് സമ്പത്തിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. കൊലപാതകത്തിന്റെ ദിവസം രാത്രി രാജയ്യയും ശ്രീനിവാസും സമ്പത്തിനെ ബൊമ്മയ്ക്കാരിലെ ഫ്ലൈഓവറിനടുത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന് മദ്യം വാഗ്ദാനം ചെയ്തു. മദ്യം പീച്ച സമ്പത്തിന് ബോധം നഷ്ടപ്പെട്ടു. ഈ സമയം രാജയ്യ സമ്പത്തിന്റെ ചെവിയിൽ കീടനാശിനി ഒഴിച്ചു. അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. പിന്നാലെ ഇക്കാര്യം രാജയ്യ രമാദേവിയെ വിളിച്ചറിയിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ രമാദേവി പോലീസ് സ്റ്റേഷനിലെത്തി ഭർത്താവിനെ കാണാനില്ലെന്ന് പരാതി നൽകി. അന്വേഷണത്തിന് ശേഷം സമ്പത്തിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തി. എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്ന് രാജയ്യയും രമാദേവിയും പോലീസിനോട് പറഞ്ഞു. ഇത് പോലീസിൽ സംശയമുണ്ടാക്കി. സമ്പത്തിന്റെ മകനും അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് രംഗത്തെത്തി. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് രാജയ്യയും രമാദേവിയും ശ്രീനിവാസും അറസ്റ്റിലായത്. ഭാര്യ ദിനവും നേരത്തെ എഴുന്നേൽക്കുന്നതിൽ രാജയ്യ കവിഞ്ഞു തമാശ പറഞ്ഞു. ഓർമ്മയുറയ്ക്കും മുൻപേ കാണാമറയത്തായ പെറ്റമ്മയെ 40 പതിറ്റാണ്ടിനിപ്പുറം കണ്ടെത്തിയ മകൾ. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിനോട് ചേർന്ന് അന്നുണ്ടായിരുന്ന അനാഥാലയത്തിൽ നിന്ന്
42 വർഷം മുൻപ് ബെൽജിയം ദമ്പതികൾ ദത്തെടുത്ത നിഷയാണ് പെറ്റമ്മയെ തേടി കൊച്ചിയിലെത്തിയത് കഴിഞ്ഞ ദിവസം. മനോരമ ന്യൂസ് ചാനൽ നൽകിയ വാർത്തയെ തുടർന്ന് സാറാമ്മ എന്ന ആ അമ്മയെ നിഷ ഒടുവിൽ കണ്ടെത്തി. വാർത്തയിൽ നിന്ന് നിഷയെ തിരിച്ചറിഞ്ഞത് അർദ്ധ സഹോദരൻ ബിനോയ് ചാക്കോയാണ്. തൃശൂരിലെ ഒരു വയോജന കേന്ദ്രത്തിലായിരുന്നു ആ കണ്ടുമുട്ടൽ. 1983 മുളന്തുരുത്തിയിൽ നിന്ന് നിഷയെ ബന്ധുക്കൾ അനാഥാലയത്തിൽ എത്തിക്കുമ്പോൾ അന്നു താനും ഒപ്പമുണ്ടായിരുന്നുവെന്നും ബിനോയ് ഓർക്കുന്നു. 42 വർഷത്തിനിപ്പുറം അമ്മയെ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിൽ കോറിയിട്ടിരുന്ന ചോദ്യങ്ങളെല്ലാം മകൾ മായ്ച്ചു കളഞ്ഞ് കണ്ണെറിഞ്ഞ് കണ്ടു. അപ്പോഴും ഓർമ്മകളിലെവിടെയോ മകളെ തേടുകയായിരുന്നു സാറാമ്മ. ഭർത്താവ് യോസിനെയും മകൾ റായയെയും നിഷ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ബെൽജിയം ദമ്പതികളായ മാർട്ടീനെയും എരിക്കുമാണ് 1983 ഡിസംബർ 31 കുഞ്ഞിനെ ദത്തെടുത്തത്. 6 മാസം പ്രായമുള്ളപ്പോൾ കിട്ടിയ കുഞ്ഞിന് നിഷ എന്ന പേര് അന്ന് നൽകിയത് സിസ്റ്റർ തെരേസിറ്റയും സിസ്റ്റർ ബ്രിജിറ്റയുമായിരുന്നു. വളർത്തി വലുതാക്കിയ മാർട്ടീനി എറിക് എന്നിവരിൽ നിന്നാണ് കൊച്ചിയെക്കുറിച്ചും അവിടുത്തെ അനാഥാലയത്തെക്കുറിച്ചും നിഷ മനസ്സിലാക്കിയത്. ന്യൂഡൽഹി: തിരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് അനുകൂലമാക്കാൻ വോട്ടുകൊള്ള നടത്തുന്നെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി വോട്ടിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയാണെന്ന് രാജ്യസഭാ എംപി GVL നരസിംഹ റാവു ആരോപിച്ചു. രാഹുൽ ഗാന്ധി സൗകര്യപ്രദമായി നുണകൾ പറയുകയാണെന്നും വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നും നരസിംഹറാവു പറഞ്ഞു. വോട്ട് മോഷണത്തെക്കുറിച്ച് പറയാനായി വസ്തുതകൾ വളച്ചൊടിച്ചും നുണകൾ പറഞ്ഞും രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു. ബാംഗ്ലൂരിലെ മഹാദേവപുരം മണ്ഡലം തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത മുഴുവനായി നഷ്ടപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഹാദേവപുരത്ത് വ്യാജ വോട്ടർമാരുണ്ടെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം തെറ്റാണ്. ഇതൊരു വഞ്ചനാപരമായ പ്രസ്താവനയാണ്. രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് ഈ കണക്കുകൾ ലഭിച്ചത്? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാദേവപുരം മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണം 6.59 ലക്ഷമായിരുന്നു. എന്നാൽ 2023 കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് ഇത് 6.07 ലക്ഷമായിരുന്നു. 8 മുതൽ 9% വരെയാണ് വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. അല്ലാതെ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് പോലെ 1 ലക്ഷത്തിൽ കൂടുതലല്ല, നരസിംഹറാവു പറഞ്ഞു. രാഹുൽ ഗാന്ധി നിരുത്തരവാദപരമായി പെരുമാറിയെന്ന് BJP MP ജഗദാംബിക പാലും ആരോപിച്ചു. എന്തുകൊണ്ടാണ് താൻ കണ്ടെത്തിയ തെളിവുകൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാത്തതെന്നും ജഗദാംബിക പാൽ ചോദിച്ചു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നെന്നാരോപിച്ച് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. കിഴക്കൻ യുക്രൈനിലെ 2 പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ US പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. വരുന്നയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിയാഴ്ചയിൽ അന്തിമ ധാരണയാകുമെന്നും റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളി. 4 യുക്രൈൻ പ്രവിശ്യകളാണ് പുടിൻ ആവശ്യപ്പെടുന്നത്: ലുഹാൻസ്, ഡോണെറ്റ്സ്ക്, സപ്പോരിഷ്യ, ഖെർസൺ. ഇതിനു പുറമെ 2014 പിടിച്ചെടുത്ത ക്രിമിയയും. യുക്രൈന്റെ 1/5 വിട്ടുകൊടുത്തുള്ള കരാറിന് പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ ഖെർസൺ, സപ്പോരിഷ്യ എന്നീ പ്രവിശ്യകളിൽ നിന്നും റഷ്യ സൈന്യത്തെ പിൻവലിച്ച് ധാരണയ്ക്ക് ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട്. റഷ്യ പുടിൻ കൂടായ്ച കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. തീയതിയും സ്ഥലവും വെളിപ്പെടുത്തിയിട്ടില്ല. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ 42 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇതിൽ 12 പേർ ഇസ്രായേൽ കരാറുകാരായ GHFന്റെ ഭക്ഷണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിലാണ്. GHF സഹായ വിതരണമല്ല, കൂട്ടക്കൊലയ്ക്ക് കളമൊരുക്കുകയാണെന്ന് ഫ്രഞ്ച് വൈദ്യസഹായ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് MSF കുറ്റപ്പെടുത്തി. തെക്കൻ ഗാസയിലെ GHFന്റെ 2 വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് MSFന്റെ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ജൂണിനും ജൂലൈക്കുമിടയിൽ വെടിവയ്പ്പുകളിൽ പരിക്കേറ്റ 41 കുട്ടികളടക്കം 1300 പേരെ ചികിത്സിച്ചതായി ഫ്രഞ്ച് സന്നദ്ധ സംഘടനയുടെ റിപ്പോർട്ട് വ്യക്തമാക്കി. പാലാ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പാലാ തൊടുപുഴ ഹൈവേയിൽ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അന്നമോൾ 11 മരിച്ചത്. അല്ലപ്പാറ പാലക്കുഴക്കുന്നേൽ സുനിലിന്റെ മകളാണിത്. ചേർപ്പുങ്കൽ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. പാലാ സെന്റ് മേരീസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അധ്യാപക പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥി നെടുങ്കണ്ടം സ്വദേശി ചന്തു സ്ത്രീജിയോടിച്ച കാർ നിയന്ത്രണം വിട്ട 2 സ്കൂട്ടറുകളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മേലുകാവുമറ്റം നെല്ലൻകുഴിയിൽ NK സന്തോഷിന്റെ ഭാര്യ ധന്യ സന്തോഷ് 38, അന്നമോളുടെ അമ്മ ജോമോൾ സുനിൽ 15 എന്നിവർ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു. ജോമോൾ മകളുമായി സ്കൂട്ടറിൽ പാലയിലുള്ള സ്കൂളിലേക്ക് വരികയായിരുന്നു. മറ്റൊരു സ്കൂട്ടറിൽ ധന്യ ഭാഗത്തേക്ക് വരികയായിരുന്നു. എതിർദിശയിൽ നിന്ന് അമിതവേഗത്തിൽ വന്ന കാർ 2 സ്കൂട്ടറുകളെയും ഇടിച്ചു തെറിപ്പിച്ചു. അന്നമോളുടെ സംസ്കാരം പിന്നീട്. അപകടത്തിൽ മരിച്ച അന്നമോളുടെ കണ്ണുകൾ 2 പേർക്ക് വെളിച്ചം നൽകും. മരണം സ്ഥിരീകരിച്ചതോടെ കണ്ണുകൾ ദാനം ചെയ്യാൻ പിതാവ് സുനിലും ബന്ധുക്കളും തീരുമാനിച്ചു. വസ്ത്രത്തിന്റെ പേരിൽ ഡൽഹിയിലെ ഒരു റെസ്റ്റോറന്റിൽ ദമ്പതികൾക്ക് പ്രവേശനം നിഷേധിച്ചതായി പരാതി. ഡൽഹിയിലെ പിത്തംപുരയിലാണ് അപകടം. സംഭവം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി.
ചവറ് വികൃതി കാട്ടിയതിന് 3ാം ക്ലാസ്സുകാരനെ ഇസ്തിരിപ്പെട്ടികൊണ്ട് പൊള്ളലേൽപ്പിച്ച രണ്ടാനച്ഛൻ അറസ്റ്റിൽ. തേവലക്കര പാലക്കൽ സ്വദേശി കൊച്ചനിയനെയാണ് 39-നെയാണ് ചവറ തെക്കുംഭാഗം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആയുധം വെച്ച് ഉപദ്രവിക്കൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ്. കുട്ടിയുടെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. ഓഗസ്റ്റ് 6-ന് രാത്രി തെക്കുംഭാഗത്ത് ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ വെച്ചായിരുന്നു രണ്ടാനച്ഛന്റെ ക്രൂരത. മൊബൈൽ ഫോൺ ചാർജറിന്റെ വയർ കൊണ്ട് അടിച്ച ശേഷം ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ഇടതുകാലിന്റെ മുട്ടിനു താഴെ പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ വിവരം ചൈൽഡ് ലൈനിൽ നൽകുകയും അവർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് കുട്ടിയെ സ്റ്റേഷനിലെത്തിച്ചു മൊഴി രേഖപ്പെടുത്തി രണ്ടാനച്ഛനെതിരെ കേസെടുത്തു. ഇയാൾ നേരത്തെ കത്തി ചൂടാക്കി പൊള്ളിച്ചിട്ടുണ്ടെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൊള്ളലേറ്റ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാൻ പോലും ഇയാൾ തയ്യാറായിരുന്നില്ല. കുട്ടിയുടെ അമ്മ 3 മാസം മുൻപാണ് വിദേശത്തേക്ക് പോയത്. മുത്തശ്ശിക്കും രണ്ടാനച്ഛനുമൊപ്പമാണ് കുട്ടി താമസിക്കുന്നത്. കൊച്ചനിയന്റെ 6 വയസ്സും 2.5 വയസ്സുമുള്ള മറ്റു 2 കുട്ടികളും ഇവർക്കൊപ്പമാണ് താമസം. വംശീയാധിക്ഷേപം എന്ന വാക്ക് ആ 6 വയസ്സുകാരിക്ക് എളുപ്പം വഴങ്ങുന്നതല്ല. പക്ഷേ ആ അനുഭവം എത്രമാത്രം ഭയാനകമാണെന്നും അത് എത്രമേൽ നോവിക്കുമെന്നും അവൾക്കിപ്പോൾ നന്നായി അറിയാം. അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായ കോട്ടയം സ്വദേശി KS നവീൻ വീട്ടുമുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന മകൾക്കു നേരെയുണ്ടായ വംശീയാക്രമണത്തെപ്പറ്റി ഓൺ മനോരമയോട് പറയുമ്പോൾ തൊട്ടടുത്തു കേൾവിക്കാരിയായി അവളുമുണ്ടായിരുന്നു. താൻ ഭയന്നുപോയതിനെപ്പറ്റി ഇടയ്ക്ക് പറയുമ്പോൾ നവീൻ നിശബ്ദനായി കേട്ടിരുന്നു. പിന്നെ സാരമില്ല എന്ന് പറഞ്ഞ് മകളെ ആശ്വസിപ്പിച്ചു. അയർലൻഡിലെ വാട്ടർഫോർഡിൽ താമസിക്കുന്ന കോട്ടയം വെച്ചൂർ സ്വദേശി നവീനും ഭാര്യ അനുപ അച്യുതനും മകളെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട്. ആക്രമണക്കേസ് അന്വേഷിക്കുന്ന പോലീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുമുണ്ട്. തിങ്കളാഴ്ച നവീന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതിനിടെയാണ് അനുപയുടെ കോൾ വന്നത്. അവരുടെ ശബ്ദം ഭയവും സങ്കടവും കൊണ്ട് വിറച്ചിരുന്നു. വീടിനുള്ളിലായിരുന്ന അനുപയുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടിവരികയായിരുന്നു മകൾ. അല്പനേരം മുൻപ് വരെ കൂട്ടുകാർക്കൊപ്പം വീടിനു മുന്നിൽ സ്കേറ്റ് ബോർഡിൽ കളിക്കുകയും സൈക്കിൾ ചവിട്ടുകയുമായിരുന്നു അവൾ. ഐരിഷുകാരും മലയാളി കുട്ടികളും ഉൾപ്പെടുന്ന 4 പേരാണ് നിയയുടെ അടുത്ത കൂട്ടുകാർ. എല്ലാവരും അയൽപ്പക്കക്കാരുമാണ്. കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ട് അനുപ വാതിൽപ്പടിയിൽ തന്നെ ഉണ്ടായിരുന്നു. 10 മാസം പ്രായമുള്ള ഇളയ കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ അവർ വീട്ടിനുള്ളിലേക്ക് പോയി. അപ്പോഴാണ് നിയ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി വന്നത്. അവളുടെ ഭയവും സങ്കടവും കണ്ടപ്പോൾ അനുപയും ഭയന്നുപോയി. നിയയ്ക്കൊപ്പം കളിച്ചിരുന്ന അയൽപ്പക്കത്തെ ഐറിഷ് പെൺകുട്ടിയാണ് സംഭവിച്ചതെന്താണെന്ന് അനുപയോട് പറഞ്ഞത്. ഐറിഷ്കാരായ 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും സൈക്കിളിൽ അതുവഴി വന്നു. അവർ നിയയ്ക്കുനേരെ അതിവേഗം സൈക്കിളോടിച്ച് അവളെ ഇടിച്ചു വീഴ്ത്തുമെന്ന മട്ടിൽ ഭയപ്പെടുത്തി. അവളുടെ മുഖത്ത് ഇടിക്കുകയും കഴുത്തിൽ പിടിച്ച് അമർത്തുകയും ചെയ്തു. വൃത്തികെട്ട ഇന്ത്യക്കാരി തിരിച്ചുപോകുമെന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമം. കുട്ടികൾ ഭയന്നുപോയി, നവീൻ പറഞ്ഞു. ഞങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. അവർ വന്ന് കുട്ടികളെ ശ്രദ്ധിക്കണമെന്നു പറഞ്ഞു. മകളെ ഉപദ്രവിച്ച കുട്ടികളെ ഞങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. നിയയെ ഉപദ്രവിച്ച ശേഷവും അവർ അവിടെ തന്നെ ചുറ്റിത്തിരിയുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ വരെ വരികയും ചെയ്തു. പോലീസ് അവരുടെ രക്ഷിതാക്കളോട് സംസാരിക്കുമെങ്കിലുമെന്ന് ഞങ്ങൾ കരുതിയെങ്കിലും അതുണ്ടായില്ല, നവീൻ പറഞ്ഞു. 7 വർഷം മുൻപാണ് നവീനും അനുപയും അയർലൻഡിലെത്തിയത്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി സ്വദേശിയായ അനുപ വാട്ടർഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സാണ്. അയർലൻഡ് പൗരത്വവുമുണ്ട്. ഈ വർഷമാണ് വാട്ടർഫോർഡിൽ വീട് വാങ്ങിയത്. കഴിഞ്ഞ 6 വർഷമായി ഞങ്ങളിവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇങ്ങനെയൊരു ദുരനുഭവം ആദ്യമാണ്. മകളുടെ ശരീരഭാഗങ്ങളിൽ ഇപ്പോഴും വേദനയുണ്ട്. വലത്തെ കവിളിൽ നീർക്കെട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി അവൾ ഉറക്കിൽ നിന്ന് ഭയന്ന് ഞെട്ടിയുണർന്നു. ബാഡ് ബോയ്സ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളെ സമാധാനിപ്പിക്കാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു, നവീൻ പറയുന്നു. സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും കേസെടുത്ത ഉദ്യോഗസ്ഥൻ ലീവിലാണെന്ന് നവീനും അനുഭവം പറഞ്ഞു. ഐറിഷ് നാഷണൽ പോലീസായ ഗാർഡ ഷിഹോനയിലെ ഉദ്യോഗസ്ഥരെ ഓൺ മനോരമ ബന്ധപ്പെട്ടപ്പോൾ അന്വേഷണം നടക്കുകയാണ് എന്നായിരുന്നു മറുപടി. ആക്രമണത്തിനിരയായ പെൺകുട്ടിക്ക് 6 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നതിനാൽ അവളുടെ ശരീരത്തിലെ മുറിവുകളെപ്പറ്റി വെളിപ്പെടുത്താനാവില്ല എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിയയ്ക്കെതിരെ ഉണ്ടായ വംശീയാധിക്ഷേപത്തിൽ അയർലൻഡിലെ മലയാളി സമൂഹം ആശങ്കയിലാണ്. ഞങ്ങൾ കഴിഞ്ഞ 20 വർഷമായി ഇവിടെ ജീവിക്കുന്നവരാണ്. ഇത്തരം സംഭവങ്ങൾ ഞെട്ടിക്കുന്നു. പോലീസുമായും ചുമതലപ്പെട്ട മന്ത്രാലയവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. സമാധാനപൂർവ്വം ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണമെന്ന് അയർലൻഡിലെ മലയാളി കൾച്ചറൽ അസോസിയേഷന്റെ ഭാരവാഹി രാജൻ ദേവസ്യ പറഞ്ഞു. ചങ്ങനാശ്ശേരി സ്വദേശിയായ രാജൻ അയർലൻഡിലെ ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച് അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയതാണ്.
കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ അയർലൻഡ് ഇന്ത്യക്കാർക്ക് നേരെ വംശീയാധിക്ഷേപമുണ്ടാകുന്ന 3ാമത്തെ സംഭവമാണിത്. ഡബ്ലിനിൽ ഡാറ്റാ സയന്റിസ്റ്റായ സന്തോഷ് യാദവ് കഴിഞ്ഞ മാസം 27-ന് സുഹൃത്തിനൊപ്പം അത്താഴം കഴിച്ച ശേഷം വീട്ടിലേക്ക് നടക്കുന്നതിനിടെ 6 കൗമാരക്കാർ ആക്രമിച്ചിരുന്നു. ഇന്ത്യക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെ 2 യാത്രക്കാർ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവമുണ്ടായി. കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് നവീൻ പറഞ്ഞു. ഇത് വിട്ടുകളയാനാവില്ല. ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. ഞങ്ങൾക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണം. ഇത്തരം അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത് എന്നും. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൽ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ജീവനക്കാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര പരാതി സമിതി രൂപീകരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തെന്ന് ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 4-നാണ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 27-ന് ഉദ്യോഗസ്ഥനെ തലസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി ഡയറക്ടർ ഉത്തരവിറക്കിയിരുന്നു. ആഭ്യന്തര സമിതി അന്വേഷണം നടത്തുകയാണെന്നും അതിനുശേഷം മാത്രമേ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം നടപടി സസ്പെൻഷനിൽ ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പരാതിക്കാർ ആക്ഷേപമുന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന ആരോപണം നിഷേധിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക പിൻവലിച്ചുവെന്ന പ്രചരണം തെറ്റാണെന്നും എല്ലാ വോട്ടർ പട്ടികകളും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറി അഥവാ വോട്ട് മോഷ്ടിക്കൽ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങളിൽ വോട്ടർ പട്ടിക നീക്കം ചെയ്തുവെന്ന പ്രചരണം സമൂഹമാധ്യമങ്ങളിൽ വ്യാപിച്ചത്. വെബ്സൈറ്റ് തകരാറിലായെന്നും വോട്ടർ ഡേറ്റ ഇല്ലാതാക്കിയെന്നുമുള്ള വാദങ്ങളും കമ്മീഷൻ തള്ളി. വോട്ടർ പട്ടിക പൊതുജനങ്ങൾക്ക് സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. വെബ്സൈറ്റിൽ നിന്നും വോട്ടർ പട്ടിക ഒറ്റ രാത്രി കൊണ്ട് നീക്കം ചെയ്തു എന്ന് അവകാശപ്പെടുന്ന എക്സ് അക്കൗണ്ട് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടർ പട്ടിക www.voters.eci.gov.in/download-erol എന്ന സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്രയിലെ വയോധയുടെ മരണത്തിൽ മകനെ അറസ്റ്റ് ചെയ്തു പോലീസ്. കൂത്താളി തൈപ്പറമ്പിൽ പത്മാവതി 65-യുടെ മരണത്തിൽ മകൻ ലിനീഷ് 47-ൽ അറസ്റ്റിലായി. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. വീടിനകത്ത് വീണ് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പത്മാവതിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മകൻ ലിനീഷ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി. സ്വത്തു തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. വീണു പരിക്കുപറ്റിയ നിലയിലാണെന്ന് മകൻ ലിനീഷ് നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്നാണ് പത്മാവതിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. പത്മാവതിയുടെ മുഖത്തും തലയിലും പരിക്കു കണ്ടതോടെ ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി. മദ്യലഹരിയിലെത്തുന്ന ഇളയ മകൻ ലിനീഷ് പത്മാവതിയെ നിരന്തരം ദേഹോപദ്രവിക്കാറുണ്ടെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു. സംസ്കാരം കഴിഞ്ഞ ശേഷം ലിനീഷിനെ ചോദ്യം ചെയ്ത പോലീസ് പിന്നീട് ഇയാളെ വിട്ടയച്ചിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തലയ്ക്ക് പിറകിലേറ്റ മാരകമായ പരിക്കാണ് മരണകാരണമെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ ലിനീഷ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. പല ദിവസങ്ങളിലും അടുത്ത വീട്ടിലായിരുന്നു പത്മാവതി ഉറങ്ങിയിരുന്നത്. മദ്യപിച്ചെത്തുന്ന മകൻ ലിനീഷ് ഇവരെ ആക്രമിച്ചും വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പിതാവ് സൈന്യത്തിലായതിനാൽ ലഭിച്ചിരുന്ന പെൻഷനും സ്വത്തിനും വേണ്ടിയുള്ള പിടിവാശിയായിരുന്നു പ്രശ്നങ്ങൾക്ക്. അമ്മ സഹോദരന് പണം മുഴുവൻ നൽകുകയാണെന്ന് ലിനീഷ് ആരോപിച്ചിരുന്നു. ഇതിന്റെ പേരിലും മർദ്ദനം നടന്നിരുന്നു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ പത്മാവതിയുടെ മാല അഴിച്ചു വാങ്ങിയ ലിനീഷ് പത്മാവതിയെ മാല കൊണ്ട് അടിക്കുകയായിരുന്നു. അടിയുടെ ശക്തിയിൽ പത്മാവതിക്ക് മുഖത്ത് പരിക്കുപറ്റി. പിന്നീട് തല പിടിച്ച് കാൽമുട്ടുകൊണ്ട് നെറ്റിയിലും അടിവയറ്റിലും തൊഴുകയായിരുന്നു. മുട്ടുകൊണ്ട് വയറിന്റെ മുകൾ ഭാഗത്തേറ്റ വാരിയലുകൾ പൊട്ടിയത്. വോളിബോൾ കളിക്കാരനായ ലിനീഷിന്റെ കൈകളുടെ ശക്തിയാണ് അമ്മ പെട്ടെന്ന് അവശയാകാനും മരിക്കാനും കാരണമെന്ന് പോലീസ് പറഞ്ഞു. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഒഡീഷയിൽ മലയാളികളായ കത്തോലിക്ക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതപരിവർത്തനം നടത്തിയെന്ന വ്യാജാരോപണം ഉന്നയിച്ചാണ് സംഘപരിവാർ ഗുണ്ടകൾ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചതെന്നും രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണ് ആക്രമണമെന്നും മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു. ഒഡീഷയിലെ ജലേശ്വരിൽ കേരളീയ കത്തോലിക്ക പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും മതപരിവർത്തനം നടത്തിയെന്ന വ്യാജാരോപണം ഉന്നയിച്ച് സംഘപരിവാർ ഗുണ്ടകൾ ആക്രമിച്ചുവെന്ന റിപ്പോർട്ടുകൾ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വേട്ടയാടലിന്റെ പ്രതിഫലനമാണ്. ആഴ്ചകൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഇതിന് ഉദാഹരണമാണ്. ഭരണകൂടത്തിന്റെ ശിക്ഷ ഇളവ് മൂലം സാധ്യമായ അത്തരം ഹിന്ദുത്വ അതിക്രമത്തെ മതേതര ജനാധിപത്യ ശക്തികൾ ഒറ്റക്കെട്ടായി ചെറുക്കണം, മുഖ്യമന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട
നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച പിതാവും രണ്ടാനമ്മയും പിടിയിൽ. രണ്ടാനമ്മ ഷെബീനയും പിതാവ് അൻസറുമാണ് പിടിയിലായത്. അൻസറിനെ പത്തനംതിട്ട കടമാംകുളത്ത് നിന്നും ഷഫീനയെ കൊല്ലം ചക്കുവള്ളിയിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇടപെട്ട ബാലാവകാശ കമ്മീഷൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറനാട് SHOയോടും അന്വേഷണ റിപ്പോർട്ട് തേടിയിരുന്നു. കുട്ടിക്ക് കൗൺസിലിംഗ് സേവനം ഉറപ്പുവരുത്താൻ ജില്ലാ ശിശുക്ഷേമ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടിയുടെ അസ്വസ്ഥത ശ്രദ്ധയിൽപ്പെട്ട് അത് ചോദിച്ചപ്പോൾ കുട്ടി മർദ്ദന വിവരം തുറന്നു പറയുകയായിരുന്നു. മർദ്ദനത്തിന്റെ കഥ കേട്ട അധ്യാപികയാണ് പ്രധാന അധ്യാപകനെ വിവരമറിയിച്ചത്. സ്കൂൾ ലീഡറായ പെൺകുട്ടി രാവിലെ നടന്ന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴാണ് അധ്യാപകരും PTA ഭാരവാഹികളും കവിളിൽ അടിയേറ്റ പാടുകൾ കണ്ടത്. തുടർന്നാണ് കുറിപ്പ് കണ്ടതും പോലീസിൽ വിവരമറിയിച്ചതും. ഇന്ത്യയും US-ഉം തമ്മിലുള്ള താരിഫ് യുദ്ധം കൂടുതൽ കടുക്കുന്നു. US-ഉമായുള്ള പ്രതിരോധ ഇടപാടുകൾ താൽക്കാലികമായി ഇന്ത്യ നിർത്തിവെക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. US-ൽ നിന്ന് യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ബോയിംഗ് വിമാനങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള ചർച്ചകളാണ് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചത്. താരിഫിലും ഉഭയകക്ഷി ബന്ധത്തിലും വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ കരാറുകളുമായി മുന്നോട്ടു പോകാമെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. അതേസമയം US-ഉമായുള്ള പ്രതിരോധ ചർച്ചകൾ നിർത്തിവെച്ചെന്ന തരത്തിൽ വന്ന വാർത്തകൾ തെറ്റാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. US-ൽ നിന്ന് ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നതിനുള്ള പദ്ധതി ഇന്ത്യ നിർത്തിവെച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം.